ഒരു ഓൺലൈൻ ക്ലാസ് ആണെന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും. ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് തോന്നിയാണ്. കാരണം പേര് വിളിച്ച് എന്നെ ഇടയ്ക്ക് പേര് വിളിക്കാറുണ്ട്. അപ്പൊ അവര് ചോദിച്ചു എന്റെ അടുത്ത്, നീ എക്സാം ബാച്ചിന് കയറിയിട്ടുണ്ടായിരുന്നു? പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചത് എന്താണ് ഇപ്പൊ എക്സാം ബാച്ചിന് ഇത്ര പ്രത്യേകത. പക്ഷെ എന്താണ് എക്സാം ബാച്ചിന് പ്രത്യേകത എനിക്ക് ഇപ്പൊ റിസൾട്ട് വന്നപ്പോ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് എന്താണ്. മാമിന് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ദൈവം തന്നതാണ്. കുറെ ഞങ്ങളെ പോലെയുള്ള കുറെ സ്റ്റുഡൻസിന് ഞങ്ങളുടെ എയിമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാമിന് ദൈവം നിയോഗിച്ചതാണ്. അപ്പം ആന്റി UK വെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു മാം. എനിക്ക് OET എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയത്തില്ല. ആന്റിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് OET പഠിക്കുന്നുണ്ടെങ്കിൽ നീ നീതൂസിൽ പഠിച്ചാൽ മതി എന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളത് നീതൂസ് അക്കാഡമി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അക്കാഡമിയാണ്. ആന്റിയുടെ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്. നീതൂസിൽ പഠിച്ച ഒരുപാട് കുട്ടികളെ എനിക്ക് അറിയാം. അതുകൊണ്ട് നീ അവിടെ തന്നെ പഠിച്ചാൽ മതി മോളെ എന്ന് പറഞ്ഞ്. നീതൂസിൽ ചേച്ചി ജോയിൻ ചെയ്തല്ലോ. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഇനി എന്നോട് ആരെങ്കിലും ജോസ്നയുടെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരാളേ ഉള്ളൂ, നീതുമ്മ. സോ നമ്മൾ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് വന്നേക്കുവാണ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സോ എക്സൈറ്റഡ് ടു സീ യു ഓൾ ഹിയർ ഓൺ ദിസ് വിന്നേഴ്സ് മീറ്റ് അല്ലേ? അതെ, എത്രയോ നാളുകളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റിലോട്ടാണ് നമ്മൾ എത്തിയേക്കുന്നത്. ഒത്തിരി സന്തോഷം. യെസ്, എല്ലാരും സെറ്റിൽഡ് ആണോ? എക്സൈറ്റഡ് ആണോ? അതെ, എക്സൈറ്റഡ് ആണ് അല്ലെ? യെസ്, നമ്മൾ ഒരു സൂമിൽ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സ്പെൻഡ് ചെയ്ത ടൈം കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് വേറൊരു വൈബിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഓരോ എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുകളും ഇനി OET എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് വരാനുള്ള ആളുകൾക്കുള്ള ഇൻസ്പിറേഷൻ ആണ് അല്ലെ? ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ വി വിൽ സ്റ്റാർട്ട് വിത്ത് അഭിഷേക്. ഹായ് അഭിഷേക്, പറഞ്ഞേ എന്താ തോന്നുന്നത്? ഞാന് രണ്ടാമത്തെ തവണയാണ് OET എഴുതുന്നത്. ഫസ്റ്റ് നീതൂസ് അക്കാദമിയിൽ 2 വർഷം മുന്നേ ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 മാസത്തെ കോഴ്സ് എടുത്ത് പഠിച്ചു. അതിൽ ഞാൻ എക്സാം ബാച്ചിന് കയറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അതിന് മുന്നേ ഓരോരോ തിരക്കായിട്ട്, അന്ന് എനിക്കില്ലാത്ത കാരണങ്ങളില്ലായിരുന്നു. ഡ്യൂട്ടിയാണ്, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ കയറാറില്ലായിരുന്നു. ഒരു ദിവസം നൈറ്റ് കഴിഞ്ഞു അത് ഞാൻ കിടന്നുറങ്ങിയ ദിവസം ഞാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. ആദ്യം ഒരാൾ വിളിച്ചു എന്താ ക്ലാസ്സിൽ കയറാത്തെന്ന് ചോദിച്ചിട്ട്, 2ാം വട്ടം ഒരാൾ വിളിച്ചു എന്താ ക്ലാസ്സിൽ കയറാതെ. 3-4 വർഷം കുളമായപ്പോ പിറ്റത്തെ തവണ തൊട്ട് ഞാൻ ഇതിലും ഭേദം ക്ലാസ്സിന് കയറുകയാണ് നൈറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പല ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു. ഒന്നാമത് 12 hours ഡ്യൂട്ടിയാണ്, കണ്ടിന്യൂസ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവും, ആംബുലൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിയപ്പോ ബാക്കി 3 എണ്ണത്തിലും ബി കേറാം. അപ്പോ ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഇതിപ്പോ ഒന്നിനും കേറാതെ ബി കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഞാൻ 2 വർഷത്തേക്ക് ജോയിൻ ചെയ്തില്ല. പിന്നെ ഓരോരോ ഇതൊക്കെ ആയിട്ട് ഈ തവണ കുറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ, എനിക്ക് ഒന്നുകൂടി പഠിച്ചാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും ജോയിൻ ചെയ്യാണെങ്കിൽ ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്യുള്ളൂ. ഇനിയിപ്പോ വേറെ ജോയിൻ ചെയ്തിട്ട് അവിടെ തന്നെ ജോയിൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ വീണ്ടും വിളിച്ച് ഇത്തവണ 4 ബി കിട്ടി. ഇത്തവണ കയറുമ്പോ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഫസ്റ്റ് ടൈം ആണോ? ഞാൻ പറഞ്ഞല്ല സെക്കൻഡ് ടൈം ആണ്. അപ്പൊ അവർ ചോദിച്ചു എന്റെ അടുത്ത് നീ എക്സാം ബാച്ചിന് കയറിയിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് മനസ്സിൽ വിചാരിച്ചു ഇതെന്താണ് ഇപ്പൊ എക്സാം ബാച്ചിന് ഇത്ര പ്രത്യേകത. പക്ഷെ എന്താണ് എക്സാം ബാച്ചിന് പ്രത്യേകത എനിക്ക് ഇപ്പൊ റിസൾട്ട് വന്നപ്പോ ഏറെക്കുറെ മനസ്സിലാവുന്നുണ്ട് എന്താണ് എക്സാം ബാച്ചിന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് അവര് എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യണം എന്ന് പറയണതും എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് മിസ്സാക്കണമെന്നും എനിക്ക് റിസൾട്ട് വന്നപ്പോ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എന്താണ് അതിന്റെ വാല്യൂ എന്നുള്ളത്. പിന്നെ അതുപോലെ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ മാനേജർ ആയാലും നമ്മുടെ ആര് ട്യൂട്ടേഴ്സ് ആയാലും നമ്മളെല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാം ഫാമിലി. അപ്പൊ പഠിക്കണം എന്ന് ഉദ്ദേശിച്ച് അല്ലെ? യെസ്, ബാക്കി പഠിക്കലായിരുന്നു, പഠിക്കല് കുറവായിരുന്നു, പഠിപ്പിച്ചെടുത്തതാണ്. ഒത്തിരി സന്തോഷം അഭിഷേക്. ഓക്കെ, അടിപൊളി അല്ലെ? ഇവിടെ എല്ലാരും ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് അഭിഷേക് പറയുന്നത് കേൾക്കുന്നത്. യെസ്, അഭിഷേകിന്റെ ആ ഒരു സംസാര ശൈലിയും കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലെ? അടിപൊളി. എവിടെയാ അഭിഷേകിന്റെ വീട്? എവിടെയാ? ഞാൻ പാലക്കാടാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ഒരു വിന്നർ ആയിട്ട് വന്നിരുന്ന് പറയാണ് ഇറ്റ് ഇസ് പോസിബിൾ അല്ലെ? ഒത്തിരി സന്തോഷം. ഇപ്പൊ എവിടെയാ വർക്ക് ചെയ്യുന്നത് അഭിഷേക്? ഞാൻ ഖത്തറിലാണ്. ഓക്കെ, പറഞ്ഞല്ലോ, ആംബുലൻസ് സർവീസിലാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. അപ്പം ബാക്കിയുള്ള പ്രോസസിങ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. യെസ്, സോ നെക്സ്റ്റ് വി വിൽ കോൾ അനുഷ. യെസ് അനുഷ, പറഞ്ഞേ. മാം, ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഞാൻ നീതൂസിലെ ക്രാഷ് കോഴ്സിന് മാത്രമാണ് ഞാൻ ചേർന്നത്. എനിക്ക് അതിൽ വിഷമമുണ്ട്. എനിക്ക് 3 മാസത്തെ കോഴ്സ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് ഞാൻ അതിൽ വിഷമിക്കുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. ക്രാഷ് കോഴ്സിന് മാത്രം ഞാൻ ചേർന്ന, അതുകൊണ്ട് എനിക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നു. എന്നാലും എന്നെ എല്ലാ മാംസും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ റൈറ്റിംഗില് എനിക്ക് ആ 30 മിനിറ്റ്സിനുള്ളിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യുന്ന രേഖ മാം അത് നന്നായിട്ട് എന്നെ
ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിച്ച Okay. മാമിന്റെ ലിസണിങ് അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. എനിക്ക് ലിസണിങ് നല്ല ടഫ് ആയിരുന്നു മാം. പിന്നെ അങ്ങനെ എല്ലാം എനിക്ക് സ്പീക്കിങ്ങിന് 370, റൈറ്റിംഗിന് 370, ലിസണിങ്ങിന് 350. ഞാൻ വളരെ ഹാപ്പിയാണ്. അടിപൊളി. അപ്പോ നമ്മുടെ അല്ലെ നമുക്ക് കിട്ടുന്ന ഒരു സക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും തിരക്കിനിടയിലും വന്ന് സംസാരിച്ച് ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ അത്രയും ടൈം കണ്ടെത്തി ഒരുപാട് താങ്ക്സ്. ഭയങ്കര ആഗ്രഹമായിരുന്നു മാം ഇങ്ങനെ ഒരു മീറ്റിൽ പങ്കെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറുടെ പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ വന്നത്. വെരി ഗുഡ്, ഗ്രേറ്റ്. എപ്പോഴും നമ്മുടെ വിന്നേഴ്സ് മീറ്റുള്ള ആളുകൾ പറയാറുണ്ട് അല്ലെ, വിന്നേഴ്സ് മീറ്റിൽ വരണമെന്ന് വിചാരിച്ചാ അല്ലെങ്കിൽ അല്ലെ ബ്ലൂ സാരിയുടെ കൂടെ ഫോട്ടോ വരണമെന്ന് വിചാരിച്ചാ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് അല്ലെ. ഒത്തിരി സന്തോഷം അനിഷ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. Thank you, dear. Yes. So we'll move on with Akhila. Yes, Akhila Aravind. Hi, Akhila. Parne. Hi, good evening, ma'am. Hi, good evening, Akhila. I'm really happy to be here, ma'am, to share my experience. Yeah, tell me, dear. Yes, we all are waiting to hear from you. യെസ് മാം. മാം ആക്ച്വലി ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു 3 months കോഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബിഗിനർ ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഫ്രം എ ടു ഇസഡ് ഓൾ ദ ട്രെയിനേഴ്സ് എല്ലാവരും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് സെക്കൻഡ് ടൈമിലാണ് എനിക്ക് പോയി ഫുൾ ബി സ്കോർ കിട്ടിയത്. ഫസ്റ്റിൽ എനിക്ക് റീഡിംഗ് പോയിട്ടുണ്ടായിരുന്നു, ബട്ട് റിമൈനിങ് ഓൾ ബി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ദ ക്രൈറ്റീരിയ സ്ട്രാറ്റജീസ് ട്രെയിനേഴ്സ് ടീച്ച് ചെയ്യുന്നത് ഞാൻ ഭയങ്കര 100% കോൺഫിഡന്റ് ആയിട്ടാണ് ആ 2 മൊഡ്യൂൾ ഞാൻ അറ്റൻഡ് ചെയ്തത് ഫ്രം ദ ബിഗിനിങ്. അത്ര നന്നായിട്ടാണ് ട്രെയിനേഴ്സ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ റൈറ്റിംഗിന്റെ ടൈമിൽ ഞാൻ 2 times അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് ഓൾമോസ്റ്റ് 10 minutes കൂടുതൽ എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു ഞാൻ ലെറ്റർ എഴുതി കഴിയുമ്പോൾ. ആൻഡ് സ്പീക്കിംഗ് എനിക്ക് സ്പീക്കിങ്ങിന് ആദ്യം 430 ഉണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ഓൾ ബി സ്കോർ കിട്ടിയപ്പോൾ 410 ഉണ്ടായിരുന്നു. ഐ എം റിയലി പ്രൗഡ് മാം, പ്രൗഡ് ടു സേ ദാറ്റ് ഐ വോൺ ലൈക്ക് 400 above for speaking. അത്രയും നല്ല ട്രെയിനിങ് ആയിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് നീതൂസ് അക്കാഡമി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അക്കാഡമിയാണ്. റിയലി നമുക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കുറെ നമ്മൾ എടുക്കുന്നതും കുറെ നമുക്ക് ഒരാൾ ഡിസൈൻ ചെയ്യുന്നതാണ്. നമ്മുടെ മുകളിലുള്ള ശക്തി ഡിസൈൻ ചെയ്യുന്നതാണ്. അതുപോലെ മാമിന് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ദൈവം തന്നതാണ്. കുറെ ഞങ്ങളെ പോലെയുള്ള കുറെ സ്റ്റുഡൻസിന് ഞങ്ങളുടെ എയിമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാമിന് ദൈവം നിയോഗിച്ചതാണ്. എനിക്ക് അതാണ് ഇപ്പൊ പറയാൻ തോന്നുന്നത്. സീരിയസ്ലി താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ആൻഡ് എനിക്ക് വേറെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ്, കമ്മ്യൂണിക്കേഷൻ മാനേജർ ജിതിൻ സർ. ഞാൻ ഫസ്റ്റ് ഇതൊരു അക്കാഡമി എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള അക്കാഡമിയാണ്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരൊരിക്കലും ഓക്കെ പേ ദ ഫീസ് അങ്ങനെയൊന്നും അല്ല അവർ പറയുന്നത്. അവർ സെൻഡ് ചെയ്യാന്നാണ് പറയുന്നത്. ടൈം സ്കെഡ്യൂൾ ആൻഡ് എവറിഥിങ് അത് ഗോ ത്രൂ ഇഫ് യു ആർ ഓക്കെ യു ക്യാൻ ജോയിൻ അങ്ങനെയാണ് പറയുന്നത്. വീണ്ടും ഞാൻ വിളിക്കുമ്പോൾ എന്നോട് ജിതിൻ സർ ചോദിക്കുന്ന കാര്യം അഖില നീ എല്ലാം നോക്കി, ഞാൻ കറലി ഇപ്പൊ UK ആണ്. അപ്പൊ എന്നോട് ചോദിക്കുക ടൈം ഒക്കെ നിനക്ക് ഓക്കെ ആണോ, നിനക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, ഈ ടൈം ഒക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ വി ക്യാൻ പ്രൊസീഡ്. അവിടുന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീതൂസ് അക്കാഡമി ജെന്യൂൻ ആയിട്ടുള്ള അക്കാഡമിയാണ്. വി ക്യാൻ ഗോ ഹെഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഐ എം റിയലി ഹാപ്പി. മൈ സ്കോർസ് മാം സ്പീക്കിംഗിന് എനിക്ക് 410 ആണ്, റീഡിംഗ് 350 and listening 30 and writing 370 and I'm really happy and thank you so much for all the team members and God bless you ma'am. God bless you. Thank you so much Akhila. Thank you so much. അല്ലെ എന്താ പറയാ ഒരു മെൽറ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം അഖില, ഒരുപാട് സന്തോഷം അല്ലെ. ആ ഓരോ വേർഡ്സിലും ഉണ്ട് ആ ഒരു ഫീല്, നമുക്ക് കിട്ടുന്ന ഒരു ഫീലും ആ ഒരു അറ്റാച്ച്മെന്റും ഒക്കെ. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഷൈനി പ്രിയ. ഹായ് ഷൈനി, എന്ത് തോന്നുന്നു ഷൈനി? ഏത് മൊഡ്യൂൾ ആയിരുന്നു ഏറ്റവും ടഫ്? ഇപ്പൊ എന്താ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? എങ്ങനെയാണ് ഈ ഒരു വിന്നർ ആയിട്ടിരിക്കുമ്പോ എന്താ തോന്നണേന്നൊന്ന് ഷെയർ ചെയ്യാമോ? Actually, this is my second attempt. First, when I did, I had got 400 in speaking. Then listening, I got 380, and writing, I got 350. But when I got my reading, it was 340, and I wanted 3 in that. So I joined again for a crash course, and then now I got 350 in that also. Okay, very good. So overall, നോക്കുമ്പോ full B ആണ് അല്ലേ? അതെ, അടിപൊളി. എങ്ങനെ ഒന്ന് And the classes were very helpful from starting. Before first time when I joined, it was 3 months course. It was very good, and everything I could understand. The teachers and the materials, everything were very helpful, and that's why when I couldn't get it next time again, I joined Crash because I was sure like in this I will get. So the teachers and the ma'am who taught me reading, Aquina ma'am, she was very good, and I could understand everything properly, and it was very helpful. And thank you to ma'am and the whole team for helping me in getting this score. And I'll be back with another IQ and other exams. I'll be joining P2s again.
again. I'm telling all Thank my you so friends, much. whoever wants to join, like they can see my scores and they can know. Like it's very Yeah. helpful. Even they can pass without any tension. Thank you Yeah. so much. Thank you so much, Shiny. So now you got cleared with full B. Okay, really great. God bless you. Okay. Thank you. So we will move on with Sukanya. Hi, Sukanya. Sukanya Ravindran. Parne, Sukanya. Hi, ma'am. Yes, Sukanya. Yeah, hi. Ma'am, Excited ആണോ? അതെ മാം, എക്സൈറ്റഡ് ആണ്. പറഞ്ഞേ, എന്ത് തോന്നുന്നു? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇംഗ്ലീഷ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനോ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല വേറെ ഓക്കെ, എവിടെയാണെന്നൊക്കെ. പക്ഷെ ഇതിൽ ഞാൻ ഭയങ്കര നിതിന്റെ ഹാപ്പി ആയിരുന്നു. എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ആണ്. യെസ്, അതെ മാം. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് അശ്വതി മാമിനോട്, ലിനു മാമിനോടുമാണ്. ബിക്കോസ് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ അവരുടെ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു. ലിനു മാമിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ക്ലാസ്സിൽ എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന്. പക്ഷെ ലിനു മാം എല്ലാരും ഒരു സ്റ്റുഡന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഒന്നും നോക്കുന്നില്ല. പക്ഷെ അത് എനിക്ക് എങ്ങനെയാ മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്റെ റിസൾട്ട് ലേറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരാനായിട്ട്. അപ്പൊ ലേറ്റ് ആയപ്പോ മാം എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ മാം പറഞ്ഞായിരുന്നു, സുകന്യ ഞാൻ എന്റെ സ്വന്തം പ്രയറിൽ പോലും ഇൻക്ലൂഡ് ചെയ്ത് പ്രയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മീൻസ് ഒരു പേഴ്സണൽ ആയിട്ട് പ്രയർ ചെയ്യുമ്പോൾ പോലും നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും സുകന്യ. അശ്വതി മാമും അതെ, ഇടയിലിടയിൽ ഞാൻ ഡൗൺ ആയി പോണ ടൈമില് നല്ല ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ റൈറ്റിംഗിന് ഒരു മിലൻ മാമിന്റെ റൈറ്റിംഗിന്റെ പ്രീവിയസ് മാമായിരുന്നു. ആ മാം ഏതെങ്കിലും നൈറ്റിൽ ഞാൻ എല്ലാം എഴുതുമ്പോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ എപ്പോ വിളിച്ച് ഏത് മിഡ് നൈറ്റ് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരും. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 1 മണിക്കാണ് ഞാൻ റൈറ്റിംഗ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയായാലും മാം റിപ്ലൈ ഞാൻ നെക്സ്റ്റ് രാവിലെ മോർണിംഗ് നോക്കുക. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഫുൾ ടീമും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എസ്പെഷ്യലി എല്ലാവരും എടുത്തു പറയാൻ നിറയെ പേരുണ്ട്. എനിക്ക് എല്ലാവരോടും വളരെ താങ്ക്സ് ഉണ്ട്. അഞ്ജലി മാം എനിക്ക് ക്രാഷ് കോഴ്സ് ടൈമിൽ നിറയെ സ്പീക്കിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ബട്ട് അഞ്ജലി മാമിന്റെ നല്ല മീൻസ് കറക്റ്റ് ആയിട്ട് എപ്പോൾ സ്പീക്ക് ചെയ്യുമ്പോഴും ഇത് നമ്മുടെ കറക്റ്റ് ആയിട്ട് ക്രൈറ്റീരിയ എന്നെ പറഞ്ഞ് പിന്നെ ചെയ്യിപ്പിക്കും, കറക്ഷൻ ചെയ്യിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര അവിടെ വെച്ച് ക്ലിയർ ആയിരുന്നു. ഇതുവരെ സ്കോർ എന്ന് പറയാമോ? റീഡിംഗ് 380, ലിസണിംഗ് 370, റൈറ്റിംഗ് 350. ഓക്കെ, റൈറ്റിംഗ് 350 ആണ്. ഫുൾ ബി ആണല്ലേ? ഗോട്ട് ഇറ്റ്. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുകന്യ. അല്ലെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരെയും ഓർത്തു വെച്ചൊരു ഫീഡ്ബാക്ക് ആണ് പറഞ്ഞത്. അത് ചെറിയ കാര്യമല്ല. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, so we'll move on to Anamika. Hi Anamika, tell me dear. Good evening, ma'am. So thank you so much, ma'am. Firstly, because of this academy and all the teachers, I am able to clear this exam. So I want to see from the starting. I joined 3-month course. And I want to say that the arrangement of the course is really very beneficial. Whoever listening to me, like initially when I joined, then I was in dilemma, I can complete or not, because it was really difficult to manage with duties. But whoever listening me, whoever experienced, then definitely that course, if you complete the 3-month course, then definitely you'll get your marks after 3-month course. Yes, because it's really very beneficial. Like the 3 months arrangement of the 3 months are really very amazing. And teachers throughout the journey, all they are motivating us and everything. But during the 3rd month, because of the family issue, I was not able to focus on the exam. So in the first attempt, I got in speaking 400 and in listening 370. Yes, and reading 340, but writing 270. So then in the first attempt. Yes, in the first attempt. So after that, I don't want to leave in between, because I struggled a lot between 3 months. So again, I joined. Then this time I got 410 in speaking and writing and reading 380 and listening 370. So really every good. teacher is really very motivating. I must say the Richa ma'am for speaking, the Zoom classes, it's really outstanding. And
Rosmi ma'am also for writing, because 270 to 380, it's a huge gap. So Really I'm great. really very Yeah, it is excited. a But drastic change. Yes, it is yes, a ma'am. drastic change, right? Yes. Yes, ma'am. But I must recommend for all the students for Neeta's Academy, because it's continue. This journey is long, but throughout the motivation, I feel all the admins every time they send the message, motivational message. So feel really motivated. So I'm really extremely happy for this. Thank you so much, ma'am. Thank you. Thank you so much, Anamika. God bless you abundantly. Thank you so much for your kind words. Okay. Yeah. Thank you so much, We will ma'am. move on with Josini Jins. Yes, Josini. Parne. ഹായ് ഗുഡ് ഈവനിങ് മാം. Hi, good evening. Good evening. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു മാം. First ഭയങ്കര attempt ആണ്. സന്തോഷമുണ്ട്. Yes. ഭയങ്കര സന്തോഷമുണ്ട്. ഏതായിരുന്നു ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു ജോസ്നി? എനിക്ക് സ്പീക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ടഫ്. അതെനിക്ക് റിച്ച് ആണ്. അതിന്റെ യൂട്യൂബിലുള്ള വീഡിയോസ്, ലൈവ് ക്ലാസ്സിന് കയറാൻ പറ്റാറില്ല. വീഡിയോസ് ഫുൾ ഇരുന്ന് കാണും. ഞാൻ ഫുള്ള് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാറുണ്ട്. അങ്ങനെയാണ് സ്പീക്കിംഗ് നല്ല ഈസി ആയിരുന്നു. അതിനുശേഷം അപ്പൊ പേഴ്സണൽ ട്രെയിനേഴ്സിനൊക്കെ ഞാൻ അപ്പൊ തന്നെ താങ്ക്സ് മെസ്സേജ് സെൻഡ് ചെയ്തായിരുന്നു. ഇപ്പോ മറ്റുള്ള എല്ലാവരും എടുത്തു, പ്രത്യേകിച്ച് സണ്ണി സാറ്, വന്ദന മാം, ഹാന മാം, എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ക്ലാസ്സിനൊക്കെ ഭയങ്കര ഒരു ഓൺലൈൻ ക്ലാസ് ആണെന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും. ഓഫ്ലൈൻ ക്ലാസ് ആണെന്ന് തോന്നിയാണ്. കാരണം പേര് വിളിച്ച് എന്നെ ഇടയ്ക്ക് പേര് വിളിക്കാറുണ്ട്. അപ്പൊ ശരിക്കും ഒരു ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മാനേജർ ആയാലും മനീഷ് സാറിന്റെ അടുത്തായാലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മറുപടി കിട്ടും. നമുക്ക് എന്ത് ഡൗട്ടും ഈസി ആയിട്ട് എല്ലാവരുടെ ചോദിക്കാം. അപ്പൊ തന്നെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. ഭയങ്കര ഒരു നല്ലൊരു ട്യൂട്ടേഴ്സ് ആണ് എല്ലാവരും. അടിപൊളി. യെസ്. അപ്പോ ഫസ്റ്റ് ടൈം ആണ് അല്ലെ? ഫസ്റ്റ് ടൈമിൽ തന്നെ അയർലൻഡ് സ്കോറോട് കൂടെയാണ് പാസ് ആയിട്ടിരിക്കുന്നത് ജോസ്നി. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു ഡിയർ. യെസ്. വി വിൽ മൂവ് ഓൺ വിത്ത് നിയ ജോഷി. യെസ്, നീതുസിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. ഹായ് നിയ, പറഞ്ഞേ. ഇവരെ കുറെ അധികം ഓൺലൈൻ സ്റ്റുഡൻസ് ഇരുന്ന് നോക്കണ്ട്. യെസ്. എങ്ങനെയുണ്ടായിരുന്നു നീതുസിനോടിന്റെ ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? നീതുസിനോടൊപ്പം ഉണ്ടായിരുന്ന ജേർണി എങ്ങനെയുണ്ടായിരുന്നു നിയ? യെസ്. മാം, എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടില് ഓൺലൈനാ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നീതൂസില് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വിന്നേഴ്സ് മീറ്റ് ഒക്കെ കണ്ടിട്ടാണ് നീതൂസിലേക്ക് അഡ്മിഷൻ എടുത്തത്. ഇങ്ങനെ എല്ലാത്തിനും ക്രൈറ്റീരിയയും സ്ട്രാറ്റജീസ് ഒന്നും ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം പഠിച്ചപ്പോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. പിന്നെ എനിക്ക് റീഡിങ് കുറച്ച് ടഫായിരുന്നു. പക്ഷെ നീതൂസിൽ വന്ന് വന്ദന മാമിന്റെ 2 ക്ലാസ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സെറ്റ്. എന്റെ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് 380, റൈറ്റിംഗ് 360. ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പറയാം. എത്ര മന്ത് ട്രെയിനിങ് ആയിരുന്നു? എക്സാം ബാച്ച് ആയിരുന്നു? റെഗുലർ ബാച്ച് ആയിരുന്നു? ഞാൻ 3 മന്ത് ട്രെയിനിങ് പ്രോഗ്രാമിനാണ് ചേർന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 മന്ത് ക്രാഷും കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്നത്. യെസ്. അപ്പോ അടിപൊളിയായിട്ട് 4 മൊഡ്യൂളിനും ബി മേടിച്ചുകൊണ്ടാണ് പാസ്സായിട്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നിയ. നിയയുടെ കേസിൽ നമ്മൾ ഈ ഓഫ്ലൈൻ സ്റ്റുഡൻസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്നും കാണുന്ന സ്റ്റുഡൻസ് എന്നൊരു വേറൊരു ഫീലും കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സോ ഒത്തിരി സന്തോഷം നിയ. നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ആര്യ. ഹായ് ആര്യ, പറഞ്ഞേ. ആര്യ വിജയൻ. യെസ്, ആര്യ. ഹായ് മാം, ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ആക്ച്വലി ഞാൻ നവംബറിലെ 3 മന്ത് കോഴ്സിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈനിൽ. മാമിന്റെ ഫസ്റ്റ് ക്ലാസ്, ഞാൻ UK-ല് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ. മാമിന്റെ ഫസ്റ്റ് ക്ലാസ് സൂം മീറ്റിംഗിൽ ഞാൻ കയറിയപ്പോൾ മാം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങളോട് എല്ലാവരോടും, നമ്മളൊരു ടൈം ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ അലാം പ്രോപ്പർ ആയിട്ട് വെക്കുക. അലാം ഓഫ് ചെയ്യാതെ അത് അലാം പഠിക്കുമ്പോൾ തന്നെ എണീറ്റ് നമുക്ക് നമ്മുടെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഡേ ആണെന്ന് വിചാരിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക. അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുട്ടിയുണ്ട്, 1 year old ആവുന്ന ജനുവരിയിൽ ഇപ്പൊ 1 year old ആയേ ഉള്ളൂ. അന്ന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9 month ആണ് കൊച്ച്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. കാരണം എങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യും? ആകെ ഫാമിലിയിൽ ഹസ്ബൻഡ് നൈറ്റ് പോകുന്നു, ഞാൻ ഡേ ആണ്. അപ്പൊ അവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് 12 hour ഷിഫ്റ്റ്. അപ്പൊ എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും ടൈം വെച്ചിട്ട് എന്നൊക്കെ ഓർത്ത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തായാലും എന്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മാസം കൊണ്ടിട്ട് എനിക്കിത് എയിം ചെയ്യാൻ പറ്റി എന്റെ സ്കോറുകൾ. പക്ഷെ ആ ഫസ്റ്റ് മന്ത് മാത്രമേ ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള സൂം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ലിസണിങ്ങിന് ശ്രുതി മാം തന്ന സപ്പോർട്ട് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ സണ്ണി സാറ് എപ്പോഴും ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോഴായിക്കോട്ടെ, പിന്നീടുള്ള ക്ലാസ് ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ബാക്കിയെല്ലാം പഠിക്കും. പക്ഷെ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ സാറ് പറയും നിങ്ങളെ കൊണ്ട് പറ്റും. സാറ് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്യുന്നത് നല്ല രീതിയിൽ. എല്ലാവരും മോട്ടിവേഷൻ തരുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മുടേതായ എഫർട്ട് എടുക്കണം. അത് വേറെ കാര്യം. എനിവേ, ദൈവഭാഗ്യം, ദൈവാനുഗ്രഹം കൊണ്ടും സ്കോർ എനിക്ക് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിന് 360, റീഡിംഗിന് 350. എനിവേ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
ഗോഡ് ബ്ലെസ് യു ഡിയർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ആര്യ. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അല്ലെ, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട ഒരു എഫേർട്ട് ഒരിക്കലും അല്ലെ അത് വെറുതെ ആയി പോകുന്നില്ല അല്ലെ. ഒത്തിരി സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവുന്നുണ്ട്. നമ്മള് രണ്ടുപേര് മാത്രമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അത് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെ അല്ലെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി സന്തോഷം ആര്യ. ഗോഡ് ബ്ലെസ് യു. Okay. So we will move on with Chinnu. Hi Chinnu, പറഞ്ഞേ. Good evening, ma'am. Good evening, good evening. Ma'am, ഫസ്റ്റ് ഞാൻ നീതൂസിലേക്ക് 2023 മാം. അന്ന് ഞാൻ എക്സാം 3 BA ഒരു C+ ആയിരുന്നു. അപ്പൊ അപ്പം അന്ന് ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ന്യൂസിലാൻഡില്. നെക്സ്റ്റ് വീക്ക് ഞാൻ ന്യൂസിലാൻഡിൽ പോവാം മാം ക്യാബ് കോഴ്സിന്. അപ്പം അന്ന് ഓൾ ബി ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് മുമ്പ് ഒന്നുകൂടെ ജോയിൻ ചെയ്തതാ. അപ്പൊ ഇത്തവണ ഓൾ ബി ആയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയി മാം. അപ്പൊ ഇത്തവണ ക്രാഷ് കോഴ്സ് എക്സാം ബാച്ചിലേക്കാണ് കയറിയത്. എല്ലാരും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. ആക്ച്വലി 2 ഇയേഴ്സ് മുമ്പായിരുന്നോണ്ട് ഞാൻ കുറെ എല്ലാം മറന്നു പോയിരുന്നു. പിന്നെ ഇപ്പൊ പെട്ടെന്ന് ക്രാഷ് കോഴ്സിൽ കയറി എല്ലാരും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തു. എല്ലാരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു മാം. എല്ലാ ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്യാതെ കയറി. മാം അശ്വതി മാം കൗൺസിലർ എപ്പോഴും മാം മെസ്സേജ് ഒക്കെ ചെയ്യും, ക്ലാസ്സിൽ കയറിയ ജോയിൻ ചെയ്തോ, അറ്റൻഡൻസ് ഒക്കെ. എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. പിന്നെ ക്ലാസ് എപ്പോഴും കേട്ട് എപ്പോഴും ആ ബ്ലെസ്സിങ് മേടിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പാസ്സാവും. ലാസ്റ്റ് ടൈം അങ്ങനെയായിരുന്നു. അവസാനത്തെ ക്ലാസ്സിൽ മാം എപ്പോഴും ബ്ലെസ് ചെയ്തല്ലേ ഇവിടുന്ന്. ഇപ്രാവശ്യം അതുപോലെ ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഒരുപാട് സന്തോഷം ചെന്നു. അടിപൊളി. ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഇതിനു മുമ്പ് കിട്ടിയല്ലേ, ഒരു 2 വർഷം മുമ്പ് പഠിച്ചു, ന്യൂസിലാൻഡ് പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ബിക്ക് വേണ്ടി വീണ്ടും എഴുതി, വീണ്ടും അല്ലെ ഫുൾ ബിയോട് കൂടെ പാസ് ആവാണ് അല്ലെ. ഒത്തിരി സന്തോഷം ചെന്നു, ഒത്തിരി സന്തോഷം. സോ ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ത്രേസ്യാമ്മ ചാക്കോ. ഹായ് ത്രേസ്യാമ്മ, പറഞ്ഞേ. അൺമ്യൂട്ട് യുവർ ഓഡിയോ ഡിയർ. യെസ് ഹായ്. യെസ്, എന്ത് തോന്നുന്നു? ഗുഡ് ഈവനിങ് മാം. മാം, ഞാൻ ജാനുവരി 11 എക്സാം എഴുതിയത്. എല്ലാത്തിനും ഫസ്റ്റ് ടൈം അറ്റൻഡ് ആയിരുന്നു. എല്ലാത്തിനും ബി സ്കോർ കിട്ടി. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ടഫ് ആയിരുന്നു. എനിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വഴിയായിട്ടാണ് ഞാൻ നീതൂസി ജോയിൻ ചെയ്തത്. അപ്പം അവര് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു അവിടെ ടൈറ്റ് ഷെഡ്യൂൾ ആണ്, ഡ്യൂട്ടി ഒക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്, മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം ജോയിൻ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും പോയിന്ന് സപ്പോർട്ട് ചെയ്യാതെ ഞാൻ പഠിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങ് നീതൂസിൽ അങ്ങ് ജോയിൻ ചെയ്യാമെന്ന്. അങ്ങനെ ജോയിൻ ചെയ്തു. That was the right decision, അല്ലേ? Yeah, that was the right decision. Then first ഞാൻ ആക്ച്വലി OET എക്സാമിന് ഡേറ്റ് എടുത്ത് November 23 ആയിരുന്നു. പക്ഷെ അന്ന് എക്സാം അവര് പ്രീപോൺ ചെയ്തായിരുന്നു. ഞാനത് മെയിൽ ചെക്ക് ചെയ്തില്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ന്യൂ അപ്പോയിന്റ്മെന്റ് അവർ തന്നതാണ് January 11. എല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. തീർച്ചയായിട്ടും. എല്ലാവർക്കും എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ആദ്യമൊക്കെ വളരെ ടഫായിരുന്നു. എനിക്ക് വളരെ കുറച്ച് സ്കോർ ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ലാസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്കോർ നേടാൻ സാധിച്ചു. ഒത്തിരി സന്തോഷം ത്രേസ്യാമ്മ. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, പറഞ്ഞു ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. തുടക്കത്തിൽ പറ്റുമോന്ന് ഡൗട്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഈ വിന്നേഴ്സ് മീറ്റ് കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുടെ ഉള്ളിൽ ഒരു ഡൗട്ട് ആയത്, എന്നെ കൊണ്ട് പറ്റുമോ അല്ലെ, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, തുടങ്ങി നോക്കിയിട്ട് പറ്റണില്ല, ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരോട് ഡയറക്റ്റ് ആണ് ത്രേസ്യാമ്മ ഇപ്പോൾ സംസാരിച്ചത് കേട്ടോ. ഒരുപാട് സന്തോഷം. നമ്മളൊരു ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ജെനുവിനിറ്റി ഭയങ്കര കൂടുതലാണ് അല്ലെ. അത് അവരുടെ ഹൃദയത്തിലോട്ട് പറഞ്ഞ വാക്കുകൾ ചില യെസ് എന്നെ കൊണ്ടും പറ്റും എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. ഒത്തിരി സന്തോഷം. സ്കോർ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ത്രേസ്യാമ്മ? സ്കോർ സ്പീക്കിംഗ് 390, writing 360, reading 360, listening 380. അടിപൊളി. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാ ടീച്ചേഴ്സും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല ഓർഗനൈസ്ഡ് വേയിലായിരുന്നു ടീച്ചിങ് ഒക്കെ. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ സെയിം മെറ്റീരിയൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് കുറെ തവണ ചെയ്തു. പിന്നെ എക്സാമിന് 1 month മുമ്പ് ഒരു ക്രാഷ് കോഴ്സോട് എടുത്തു. എല്ലാം ഭംഗിയായിട്ട് നടത്തി. കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടെ തന്നെയാണ് എക്സാമിന് പോയേക്കുന്നത് അല്ലെ. ഒത്തിരി സന്തോഷം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. പക്ഷെ എക്സാം കഴിഞ്ഞപ്പം റീഡിങ് ഒരു ഭയങ്കര ടഫ് ആയിരുന്നു.
ആയിരുന്നു. പാർട്സി വളരെ ടഫ് ആയിരുന്നു. അപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു റീഡിങ് കിട്ടുമോ എന്ന്. പക്ഷെ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എയിം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇനി ആ പേപ്പർ വെച്ചോണ്ടിരിക്കാനായിട്ട്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ അതെ, ബിക്കോസ് പിള്ളേരൊക്കെ കൊച്ചു പിള്ളേര്, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ ഇരുന്ന് എപ്പോഴും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. മനസ്സിലായി. യെസ് 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 ഡിയർ, താങ്ക് യു സോ മച്ച്. Okay, താങ്ക് യു മാം, so we താങ്ക് will യു സോ move on മച്ച്. with we will move on with Soumya Augustine. Yes, Soumya, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഹായ് ഗുഡ് ഈവനിങ്. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതെ, ഞാൻ ആക്ച്വലി ജൂലൈയിലാണ് കോഴ്സ് കഴിഞ്ഞത്, ജോയിൻ ചെയ്തത്. പിന്നെ ത്രീ അവേഴ്സ് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 3 hours എങ്ങനെയും ക്ലാസ്സിന് കയറി. നൈറ്റില്ല ഞാൻ ലെറ്റർ ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. കുറെ സ്ട്രഗിൾ ചെയ്തു. പിന്നെ ബേബീസ് സിക്കായി 2 സിക്കാകും. അങ്ങനെ എനിക്ക് പറ്റാതായി. എനിക്ക് 3rd month ഞാൻ കേറിയിട്ടേ ഇല്ല ക്ലാസ്. പിന്നെ ഞാൻ ഓർത്ത് എന്നെ കൊണ്ട് നടക്കത്തില്ലാന്ന്. അങ്ങനെ പിന്നെ 2ഉം കൽപ്പിച്ച് ഇത് മറന്നു പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ January 25 ഡേറ്റ് എടുത്തു. ഞാൻ വേറെ പഠിച്ചിട്ടില്ല, വേറെ യൂട്യൂബ് വീഡിയോസും അങ്ങനെയൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ആക്ച്വലി റെഫർ ചെയ്യാൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്യൂബിൽ പഠിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജോയിൻ ചെയ്തു. മീൻസ് എക്സാമിന് കുഴപ്പമില്ലായിരുന്നു. സ്പീക്കിംഗ് എനിക്ക് കുറച്ച് ടഫായിരുന്നു, കാരണം സ്പീക്കിംഗ് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് ടൈമൊക്കെ ഇത് ഞാൻ ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്തിട്ടില്ല മാം. അല്ലാതെ ട്രെയിനേഴ്സ് വിളിച്ച് പറയുന്ന ടൈം മാത്രമുള്ള പ്രാക്ടീസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എക്സാമിന് തന്നെ കുറച്ച് കൺഫ്യൂസ് ചെയ്തു. തേർഡ് ടാസ്ക് ഒക്കെ എന്നോട് ഫസ്റ്റ് ചോദിച്ചു. ഞാൻ പ്ലാൻ ചെയ്ത പോലൊന്നും അല്ലായിരുന്നു. കുറെ കൺഫ്യൂസ് ചെയ്യാൻ എന്നെ നോക്കി. പക്ഷെ വാമപ്പ് എനിക്ക് ഓക്കെ ആയിരുന്നു, നല്ലതായിട്ട് ചെയ്യാൻ പറ്റി വാമപ്പ് സെക്ഷൻ. പിന്നെ ഒരുവിധമൊക്കെ, പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു സ്പീക്കിംഗ് കിട്ടുമെന്ന്. ദൈവകൃപ കൊണ്ട് എല്ലാത്തിനും B കിട്ടി. റീഡിങ്ങും ലിസണിങ്ങും 370, റൈറ്റിങ്ങും സ്പീക്കിങ്ങും 360 കിട്ടി. എനിക്ക് ദൈവകൃപയെന്ന് മാത്രമേ പറയാനുള്ളൂ, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല മാം. പിന്നെ ആനറ്റ് മാം, ക്ലാര മാം ഒക്കെ എന്നെ സ്പീക്കിങ്ങിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു, കാരണം അതിന് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതൊരു വലിയ വിഷയമായിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ പേടിച്ച എക്സാമിന് പോയത്. പക്ഷേ ദൈവം കൃപ ചെയ്തെന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ പാസ്സായി കിട്ടി. കാരണം എനിക്കിത് ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സമയമായിരുന്നു. ഞാൻ ഭയങ്കര സ്റ്റക്കായിട്ടിരിക്കുവായിരുന്നു. 2 ബേബീസ് ആയതുകൊണ്ട് എനിക്ക് ജോലിക്കും കയറാൻ പറ്റുന്നില്ല, എനിക്കൊരു കാര്യവും ചെയ്യാൻ നടക്കുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായി ഇത്. അത് ഒത്തിരി നന്ദിയുണ്ട് നീതുസിലെ എല്ലാ ട്രെയിനേഴ്സിനോടും മാമിനോടും. കാരണം മീൻസ് എപ്പോഴും മാമും സണിസാറൊക്കെ പറയും, ഡ്രോപ്പ് ചെയ്യല്, എന്തൊക്കെ കഷ്ടത ഉണ്ടെങ്കിലും നിങ്ങൾ പഠിക്കണം, ഇട്ടിട്ട് പോകലെന്ന്. മീൻസ് അത് എപ്പോഴും മൈൻഡിൽ കിടപ്പുണ്ട്. മീൻസ് എങ്ങനെയും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും എഴുതി ദൈവകൃപ കൊണ്ട് അത് ഫസ്റ്റ് അറ്റംപ്റ്റ്. തീർച്ചയായിട്ടും അടിപൊളി. ഇപ്പൊ സൗമ്യ പറഞ്ഞ് നമ്മൾ എല്ലാരും കേട്ടു അല്ലെ, ഒരു ട്വിൻസിനെ വെച്ചോണ്ട്, അതും 5 മാസമുള്ള ട്വിൻസിനെ വെച്ചോണ്ട് പഠിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിലുള്ള സ്ട്രഗിൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം അല്ലെ. ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ യുവർ പെയിൻ വിൽ ബി റിവാർഡഡ് എന്നുള്ളത് അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇടുന്ന ഒരു എഫേർട്ട്, പിന്നെ പഠിച്ച കാര്യങ്ങളിൽ അല്ലെ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട്, നമ്മുടെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു 3rd monthലൊന്നും ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് 4B. ചെറിയ കാര്യമല്ല കേട്ടോ സൗമ്യ. അത് സൗമ്യയുടെ ഹാർഡ് വർക്കിന്റെയും എഫേർട്ടിന്റെ ഒക്കെ റിസൾട്ട് ആണ്. ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു അപ്പ് ടെല്ലി. ഓക്കെ, താങ്ക് യു. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ജയശ്രീ. ഹായ് ജയശ്രീ, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയ സ്റ്റോറി പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് OET സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, പക്ഷെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. ഇത് ശരിക്കും എന്റെ 4ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നീബൂസിൽ പഠിക്കുക. അപ്പൊ അവള് പറഞ്ഞു ഭയങ്കര ടഫ് ആയിരിക്കും, അവര് പിടിച്ചിരുത്തും. അപ്പൊ എനിക്കൊരു 1 വയസ്സുള്ള മോളുണ്ട്, ഭയങ്കര ടഫ് ആയിരിക്കും. അപ്പൊ എനിക്കിതൊരു വാശിയായിരുന്നു, എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് എനിക്കൊരു വലിയ വാശിയായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം ഒരു ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം 3 month കോഴ്സാണ് എടുത്തത്. നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു, എനിക്ക് ഒത്തിരി സഹായിച്ചു. പക്ഷെ മോളെ കൊണ്ട് എനിക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എനിക്ക് എല്ലാം B കിട്ടി. ലിസണിങ് എനിക്ക് 290 ആയിപ്പോയി. പിന്നെ ഞാൻ എഴുതി.
മൂന്നാമത്തെ തവണ എഴുതി. ഡിസംബർ 7th അത് എഴുതിയത്. അതെഴുതിയപ്പോഴും അതും ഞാൻ പിന്നെ ക്രാഷ് കോഴ്സ് എടുത്താണ് എഴുതിയത്. അപ്പോഴും എനിക്ക് വീണ്ടും 3B കിട്ടി. ലിസണിങ് പിന്നെയും പോയി. അപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞു നിർത്താന്ന്. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഒത്തിരി വിഷമിച്ചു. എല്ലാരും എന്നോട് പറഞ്ഞു നിർത്താന്നൊക്കെ പറഞ്ഞു. സോറി മാം. പക്ഷെ എന്നിട്ട് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. ഉള്ളിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ഒരു മാസം ഗ്യാപ്പിൽ തന്നെ ജനുവരി 25th ഞാൻ ഡേറ്റ് എടുത്തു. അപ്പൊ തന്നെ ഞാൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു മിസ്സുമാരെ. അശ്വതി മാം കമ്മ്യൂണിക്കേഷൻ മാനേജർ എന്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ റിച്ച മാം, ഞാൻ പേഴ്സണലി ഒത്തിരി മെസ്സേജ് അയച്ച് പാവത്തിനെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് ലിസണിങ് ഭയങ്കര ടഫ് മൊഡ്യൂളായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് മാം ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഫർസാന മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറയാം. മിലൻ മാം എനിക്ക് 4 മൊഡ്യൂളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റിംഗ് സ്പീക്കിംഗ് മാത്രമല്ല, ഞാൻ റീഡിങ്ങും ലിസണിങ്ങും വരെ മാമിനോട് ചോദിച്ച് പഠിച്ചിട്ടുണ്ട്. മാം അതുമല്ല എനിക്ക് പറയാം, എക്സാമിന്റെ തലേന്ന് രാത്രി 12 മണിക്കൂർ മാം എനിക്ക് മെസ്സേജ് അയച്ചു തരുമായിരുന്നു. അങ്ങനെ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെ എഴുതണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സാം കയറാൻ പോകുമ്പോൾ തന്നെ മാഡത്തിന്റെ മോഹമാണ് എനിക്ക് ആദ്യം. ഞാൻ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് പാസ്സാണോ എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോ എനിക്ക് സ്പീക്കിംഗ് 400, റീഡിങ് 410 ഉണ്ടായിരുന്നു. റൈറ്റിംഗ് 370, ലിസണിങ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എന്നാലും എനിക്ക് എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും ഒരു മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചു വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എന്നാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോ എന്നോട് ആരെന്ത് ചോദിച്ചാലും ഞാൻ നിദോസ് മാത്രം ഒരു വാക്കേ പറയുള്ളൂ. ശരിക്കും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള അക്കാദമി തന്നെയാണ് മാം. പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഒരിക്കലും എന്നെ പഠിപ്പിച്ച ഒരു അക്കാദമി ഞാൻ എന്റെ പാരന്റ്സിനോടും പറയായിരുന്നു എന്റെ കുഴപ്പം തന്നെയാണ്, എനിക്ക് പറ്റാഞ്ഞിട്ടാണ്. അവരെനിക്ക് ഫുൾ സപ്പോർട്ടാണ്. വീണ്ടും അപ്പൊ അവര് ചോദിക്കും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കണം എന്ന് ചോദിക്കും. ഞാൻ പഠിക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പഠിക്കത്തുള്ളൂ എന്നൊരു വാശിയായിരുന്നു. മാമിനോട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മിസ്സുമാരോടും താങ്ക്സ്. ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ആരോടൊക്കെ പറയാനുണ്ടെങ്കിലും ഞാൻ ഈ ഒരു അക്കാദമിയെ പറയുള്ളൂ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു മാം. ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം ജയശ്രീ. ഇപ്പൊ ജയശ്രീ തന്നെ പറഞ്ഞു അല്ലെ, 4th attempt ആണ്. ആ 3ാമത്തെ അറ്റംപ്റ്റില് ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ട് ഞാൻ എഴുതുന്നില്ല എന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് 2 400 above സ്കോറോട് കൂടെ ഇവിടെ ഒരു വിന്നറായിട്ട് വന്നിരിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഞാനിപ്പോ ഈ വിന്നേഴ്സ് മീറ്റ് വാച്ച് ചെയ്യുന്ന ആളുകളോടാ പറയുന്നത്. എനിക്ക് അവരോടാ ഇതിനകത്ത് എനിക്ക് അവരോടാ സംസാരിക്കാനുള്ളത്. 400ഉം 410ഉം മേടിച്ച് വിന്നറായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ മാഡം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വീണ്ടും പോയപ്പോ എനിക്ക് കൊതിയായിരുന്നു. നമ്മൾ പാസ്സായ ആൾക്കാരുടെ ഫോട്ടോ, മാഡത്തിന്റെ ഫോട്ടോ വെച്ചിടുമ്പം ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. ഞാൻ ഒത്തിരി കരഞ്ഞ രാത്രികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും സത്യമായിട്ട് പറയാം, എനിക്ക് ഇപ്പോഴും കണ്ണ് നിറഞ്ഞു വരും. പക്ഷെ എന്റെ ഫോട്ടോ അതിൽ മാഡത്തിന്റെ ആ പേജില് എന്റെ ഫോട്ടോ ആദ്യം വന്ന് കിടക്കുമ്പോൾ ഞാനത് കുറെ നേരം എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. താങ്ക് യു സോ മച്ച് മാം. എനിക്ക് മാഡം പറഞ്ഞ പോലെ ആ നീല സാരി കൊടുത്ത് എന്റെ ഫോട്ടോ അതിൽ വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കലും മാഡത്തിനെ മറക്കില്ല. Thank you so much, ma'am. Okay, ma'am. Thank you. Thank you so much, dear. Thank you. Yes. Rinzi, hi Rinzi. Rinzi Jacob, പറഞ്ഞേ. Good evening, ma'am. Ma'am, ഇത് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. Yes. So happy. I got full B score and first full B ആണ്. അക്കാദമി നീദൂസ് അക്കാദമി കുറിച്ച് കേട്ടപ്പോ ഭയങ്കര സ്ട്രിക്റ്റ് ആന്നൊക്കെ കേട്ടായിരുന്നു. എന്നോട് ഫ്രണ്ട് പറഞ്ഞു. ബട്ട് എനിക്ക് അതായിരുന്നു വേണ്ടത്. നമ്മൾ പിടിച്ചിരുത്താനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവുമല്ലോ. ആൻഡ് ഓരോ ലെവല് മീൻസ് ഇൻട്രോ ബാച്ച് തൊട്ട് എക്സാം ബാച്ച് വരെ കേറുമ്പോ തന്നെ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള മാഡംസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാവരും അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്കാണ് ഈ സ്പീക്കിംഗ് ടെൻഷനുള്ള ആളായിരുന്നു. ആ ഒരു സ്ട്രക്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പറഞ്ഞ് അതിന് സ്കോർ ചെയ്യാനായിട്ട് മാഡംസ് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കോൺഫിഡൻസ് കളയാതെ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നന്നായി ക്ലിയർ ആയി പറഞ്ഞ് അവര് കൂടെ നിന്നു. പിന്നെ റീഡിങ്ങും ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ഇത്ര ഈസി ആയിരുന്നു പോലും ചിന്തിച്ചു തുടങ്ങി. എല്ലാ ക്ലൂവും കിട്ടി കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇങ്ങനെയായിരുന്നു. അത്ര ഈസി. ടെൻഷൻ ഉണ്ടായിരുന്നു, ലിസണിങ് ആണെങ്കിലും കിട്ടോ ഇല്ലേ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഭാഗ്യത്തിന്
4B സ്കോർ കിട്ടി. എനിക്ക് റീഡിങ് 370, ലിസണിങ് 350, റൈറ്റിംഗ് 350 and speaking 360, ma'am. I'm so happy. I'm so thank you so much for all the tutors, and thank you so much, Nidhi ma'am. അടിപൊളി. യെസ്. അപ്പൊ സെക്കൻഡ് അറ്റംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഫുൾ ബിയോട് കൂടെയാണ് പാസ്സായിരിക്കണേ. ഒത്തിരി സന്തോഷം പെൻസി, ഒരുപാട് സന്തോഷം. അല്ലെ, നമ്മള് ഒരുപാട് നാള് നമ്മൾ കൊടുത്ത ഇൻപുട്ടും നമ്മുടെ ലൈഫിലെ ഒരുപാട് സ്ട്രഗിൾസിന്റെ ഒക്കെ ഉള്ള ഒരു ഉത്തരം അല്ലെ. അതെ. അപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അല്ലെ പലരും പറഞ്ഞു അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലെ. അങ്ങനെ അവിടെ നീതൂസിൽ സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കും എന്നതുകൊണ്ട് നീതൂസിൽ എത്താത്ത ഒരുപാട് പിള്ളേരുണ്ട് വെളിയിൽ. ഇതും എനിക്കറിയാം. കാര്യം അങ്ങനെ അല്ലെ എല്ലാവരും പറയുന്ന ഒരു കാര്യം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ്. അവരതുപോലെ ഇരുത്തി പഠിപ്പിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ എത്താതെ പോകുന്ന സ്റ്റുഡൻസും ഉണ്ട് അല്ലെ. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ആദ്യം വരണം. നമുക്ക് ഉഴപ്പാൻ പറ്റില്ല, നമ്മൾ പിടിച്ചിരുത്തും. ഓക്കെ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് പെൻസി. We will move on with Nincy Joy. Hi Nincy, പറഞ്ഞേ. എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ 1 month ക്രാഷ് കോഴ്സ് കൂടി. അപ്പൊ ഞാൻ സ്പീക്കിംഗ് റൈറ്റിംഗിനാണ് ക്രൈറ്റീരിയസ് എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്തു. പിന്നെ ഡെഫിനേഷൻ മെത്തേഡ് ഞാൻ റീഡിങ്ങിന് യൂസ് ചെയ്തു. അതുപോലെ ലിസണിങ്ങിനാണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ഒരുപാട് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു സ്കോർ കിട്ടിയത്. എനിക്ക് സ്പീക്കിംഗ് 90 ഉണ്ട്, റൈറ്റിംഗിന് 370, റീഡിങ്ങിന് 350 ആൻഡ് ലിസണിങ്ങിന് 340. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ റീഡിങ്ങിന് 300 ആയിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് 350 വന്നത്. അവര് സ്ട്രിക്റ്റ് ആണ്. അവര് പറയുന്നത് മെത്തേഡ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല സ്കോർ കിട്ടും. അതുകൊണ്ട് മാത്രമാണ് അവിടെ നല്ല റിസൾട്ട്. പിന്നെ എന്റെ മാഡംസ് റൈറ്റിംഗിന്റെ സ്പീക്കിങ്ങിന്റെ സിൽവിയ മാം, ഐശ്വര്യ മാം, കാരണം അവരാണ് എനിക്കൊരു ബേസ് തന്നത്. പിന്നെ ഇന്റൻസീവ് ബാച്ച് ഇവാലുവേറ്റർ മിനി മാം, ഈ മാം, ഇവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം നെൻസി. ഇപ്പൊ നെൻസി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം അല്ലെ. യെസ്, നമ്മുടെ റിസൾട്ടുകൾ അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു എന്തോരം സ്റ്റുഡൻസിനാണ് 400 എബവ് സ്കോർ പറയുന്നത് അല്ലെ. അതെ, അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെ പല കാര്യങ്ങളും പറയാനുള്ള റീസണും. അപ്പൊ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റും കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോണത് കൊണ്ട് ഇന്ന് വിന്നർ ആയിട്ട് വന്നിരിക്കുക. ഒത്തിരി സന്തോഷം നെൻസി. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്. We will move on with Shibna. Yes, Shibna, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. Good evening, good evening dear. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, ഫസ്റ്റ് അറ്റംപ്റ്റ്. ആക്ച്വലി എന്റെ ആന്റി പറഞ്ഞിട്ടാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്യുന്നത്. എന്റെ ലൈഫില് BSc നഴ്സിംഗ് പാസ് ആയ ടൈം എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയി. അത് കഴിഞ്ഞിട്ട് ആകെ മൊത്തവും അങ്ങ് ഷാറ്റേർഡ് ആയി പോയി. എങ്ങനെ എന്റെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണം ഒന്നും അറിയാൻ വയ്യാതെ ഞാൻ സ്റ്റക്കായി നിന്നു. മോക്കൊരു 1.5 ഇയർ ഒക്കെ ആയ സമയത്താണ് ഇനിയെങ്കിലും എന്തെങ്കിലും ഞാൻ ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചതൊക്കെ വെറുതെ ആവും എന്ന് തോന്നിയപ്പോ എന്റെ ഫാമിലി തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്തു. നീ എന്താണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തു, ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മീന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പം ആന്റി UK വെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആന്റി എടുത്ത് OET കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു മാം. എനിക്ക് OET എന്താണ്, എങ്ങനെയാണ്, ഒന്നും അറിയത്തില്ലായിരുന്നു. ആന്റിയാണ് എന്റെ അടുത്ത് പറഞ്ഞത് OET പഠിക്കുന്നുണ്ടെങ്കിൽ നീ നീതൂസിൽ പഠിച്ചാ മതി എന്ന്. അപ്പൊ ആന്റി പറഞ്ഞു ആന്റിയുടെ അവിടെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, നീതൂസിൽ പഠിച്ച ഒരുപാട് കുട്ടികളെ എനിക്ക് അറിയാം, ഇവിടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, അതുകൊണ്ട് നീ അവിടെ തന്നെ പഠിച്ചാൽ മതി മോളെ എന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അഡ്മിഷൻ എടുക്കുമായിരുന്നു മാം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക്, കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ ഒന്നും അറിയില്ലായിരുന്നു. കുട്ടിയും കൊണ്ട് ആകെ ഒരു മെസ്ഡപ്പ് ആയിട്ടായിരുന്നു ഞാൻ. ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു, എന്റെ ഉമ്മ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. ഓരോരുത്തരുടെ പേരും എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. ഗ്രാമർ ക്ലാസ്, സണ്ണി സാറിന്റെ ക്ലാസ് മുതൽ മാഡത്തിന്റെ ഫസ്റ്റ് ക്ലാസ് തൊട്ടിട്ട് ഇങ്ങ് എക്സാം ബാച്ച് വരെയുള്ള എല്ലാവരും അത്രയും നമ്മളെ സപ്പോർട്ടീവാണ്. ഇപ്പൊ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കൊരു ക്ലാസ് സ്കിപ്പ് ചെയ്യണം എന്ന് തോന്നിയാൽ പോലും നമ്മുടെ മാഡംസ് നമ്മളെ വിടത്തില്ല. അങ്ങനെ പിടിച്ചിരുത്തും, നമ്മളെ ചെയ്തേ പറ്റുള്ളൂ, ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ 1-2 ദിവസം റീഡിങ് ചെയ്തില്ലെങ്കിൽ ആ ടച്ച് വിട്ടു പോകും, അത് ചെയ്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പിടിച്ചിരുത്തുമായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഭയങ്കര മാഡം അടിപൊളി ടീമാണ് മാം. മാമിന് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള അക്കാഡമിയാണ് അത്. ഇവിടെ ഇരിക്കുമ്പോ ഓരോരുത്തരുടെയും മനസ്സിൽ അത് തന്നെ ആയിരിക്കും മാം. ആ ഒരു
ഹാപ്പിനെസ് നമുക്ക് എങ്ങനെ തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഷിബിന, ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. ഷിബിന പറഞ്ഞു ഒരു പോയിന്റ് ഒന്നും കൂടെ ഞാൻ പറയാൻ അല്ലെ. ഷിബിന പറഞ്ഞു ഞാൻ എവിടെ പഠിക്കണമെന്ന് ചോദിച്ചപ്പോ UK വെയിൽസിലുള്ള ആന്റി ആണ് പറഞ്ഞത് നീതൂസിൽ നിന്ന് ഒരുപാട് പിള്ളേർ പഠിച്ചിവിടെ വരുന്നുണ്ട്, സോ അവിടെ ജോയിൻ ചെയ്യാൻ. ഇതിനേക്കാൾ വലിയ ഒരു കാര്യം നമുക്കിവിടെ പറയാനില്ല. എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സ്റ്റുഡൻസ് OET ക്ലിയർ ചെയ്യുന്നത് നീതൂസിൽ നിന്നാണ് എന്നതിനുള്ള പ്രൂഫാണത് അല്ലെ. അത് എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യം, പക്ഷെ ഒരു സ്റ്റുഡന്റ് വിന്നേഴ്സ് മീറ്റിൽ വന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി സന്തോഷം കേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് പ്രവീണ. ഹായ് പ്രവീണ, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഡിയർ. യെസ് മാം, ഇത് എന്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു ഈ തവണ ഞാൻ എഴുതിയത്. ആദ്യത്തെ 2 അറ്റംപ്റ്റില് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് ആ സമയം. അപ്പൊ ആ സമയം റീഡിങ്ങും ലിസണിങ്ങും ഞാൻ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. ആകെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാത്രമായിരുന്നു. റീഡിംഗ് ലിസണിങ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. എന്നിട്ട് അതിനെനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു. അതിനുശേഷം സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ വീണ്ടും പഠിക്കാനൊന്നും പോയില്ല. ഡയറക്റ്റ് എന്റെ കയ്യിൽ നീറ്റ്സ് അക്കാഡമിയിൽ തന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ആ മെറ്റീരിയൽസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കി. പക്ഷെ ആ സമയം എനിക്ക് റീഡിങ് 340 ആയിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ 25ന് ഡേറ്റ് എടുത്ത് വീണ്ടും അവിടെ നിന്ന് എനിക്ക് കോച്ചിങ് തന്ന് ഞാൻ ചെയ്തത്. പക്ഷെ എന്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് 4 B കിട്ടി. അത് അവിടുത്തെ ടീച്ചേഴ്സിന്റെ നല്ല സപ്പോർട്ടും കൊണ്ടാണ്. അത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ അവിടുത്തെ മാഡംസ് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ തവണ 4 B കിട്ടാൻ കഴിഞ്ഞത് തന്നെ. താങ്ക് യു സോ മച്ച് മാം, എത്രയും സപ്പോർട്ട് ചെയ്തതിന്. ഒരുപാട് സന്തോഷം പ്രവീണ, ഒത്തിരി സന്തോഷം. സ്കോർ എന്ന് പറയാമോ പ്രവീണ? എനിക്ക് 4നും 350 ആണ് മാം. അടിപൊളി. 4 മൊഡ്യൂളിനും 350 ആണ്. ഫുൾ ബിയോട് കൂടാണ് പാസ്സായിരിക്കണേ. സോ അല്ലെ, അപ്പം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചപ്പോ ഇന്ന് വിന്നർ ആയിട്ട് വന്നേക്കുവാണ്. ഒരുപാട് സന്തോഷം പ്രവീണ. ഗോഡ് ബ്ലെസ് യു മെന്റലി. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ജോസ്ന. ഹായ് ജോസ്ന. ഹായ് ജോസ്ന, കുറെ നേരമായിട്ട് വിചാരിക്കും എന്നെ വിളിക്കാനുള്ളത്. ജോസ്ന പറഞ്ഞേ. യെസ് മാം, സത്യമാണ്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഇനി എന്നോട് ആരെങ്കിലും ജോസ്നയുടെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരാളേ ഉള്ളൂ, നീതു മാം. കാരണം ഗോഡിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് മാം. ഏഞ്ചൽ ആണോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം വഴികാട്ടി. ഞാന് OET പലരും പഠിക്കുന്നു, എല്ലാരും ഫെയിൽ ആവുന്നു, ഇതാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് എന്നാ ഒന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഐഡിയ ഇല്ല, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, OET എന്താണ് ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്റെ പല ഫ്രണ്ട്സിനോട് ചോദിച്ചു. അവരൊക്കെ വേറെ ഒരു അക്കാദമി പഠിച്ച കാര്യം. അപ്പം അവിടെ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കേട്ടിട്ട്. എനിക്ക് അയ്യോ അങ്ങനെ പഠിച്ചാൽ എങ്ങനെ ശരിയാകുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് രാത്രി RAC ടിക്കറ്റ് ആയിരുന്നു. അപ്പൊ ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ രാത്രി 2:30 ആയപ്പോ ഞാൻ എവിടെ പഠിക്കും, ഇത്ര ഫീസ് കൊടുത്ത് നമ്മൾ എക്സാം എഴുതും, കിട്ടിയില്ല, എന്ത് ചെയ്യും, ഇങ്ങനെ ഭയങ്കര അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നീതൂസ് അക്കാദമി, അങ്ങനെ അവിടെ നിന്ന് അതേക്കുറിച്ചെല്ലാം ഞാൻ നോക്കിയപ്പോ ഓർത്തു കൊള്ളാം, ഇവിടെ എങ്ങനെ ചേരാം. അപ്പൊ ഞാൻ 170 hours ക്ലാസ് തരുന്നു, ഇത്രയും ക്ലാസ് കിട്ടുവോ അങ്ങനെ. അപ്പൊ ഞാൻ എന്നെ വിളിച്ച് ആ ട്രെയിനിൽ ഇരുന്ന് മാം ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ സിസ്റ്റർ ഇൻ ലോ പറഞ്ഞപ്പോ അവള് പറഞ്ഞു, ചേച്ചി ആദ്യമേ കൺഗ്രാറ്റ്സ്. ഞാൻ ചോദിച്ചത് എന്താ? നീതൂസിൽ ചേച്ചി ജോയിൻ ചെയ്തല്ലോ, ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് ആദ്യത്തെ ക്ലാസ്സിലും എനിക്ക് ഭയങ്കര ടെൻഷൻ. ചേർന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു അവര് പിടിച്ചിരുത്തും കേട്ടോ, കുഴപ്പമൊന്നും നടക്കത്തില്ല, ചേച്ചിയുടെ കുഴപ്പം നടക്കുകയല്ല, അവര് പിടിക്കും ചേച്ചിയെ. ഞാൻ പറഞ്ഞു ഞാൻ നോക്ക്, ട്രൈ ചെയ്യും. അപ്പൊ എനിക്കും ഒരു മോളുണ്ട് 2 വയസ്സ്. ഞാൻ പറഞ്ഞ സമയം കൂടുതൽ എടുക്കും മാം, സോറി. പക്ഷെ ഇത് പറയാൻ ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ലേറ്റ് ആകും. അപ്പം ട്രാവലിങ്ങിന് ഇടയ്ക്കായിരുന്നു, ഇടയ്ക്ക് എന്റെ വീഡിയോ കാണുന്നില്ലായിരുന്നു, ഞാൻ ട്രാവലിംഗിലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്നിട്ട് ഫസ്റ്റ് മാഡത്തിന്റെ ക്ലാസ് ഫസ്റ്റ് ഡേയിൽ മാം നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു. അപ്പൊ നമ്മുടെ OETയുടെ സ്കോർ കാർഡ് നിങ്ങൾ ഡ്രീം ചെയ്യണം. അപ്പൊ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് തോന്നുന്നു, അങ്ങനെ ഒരു ഡൗട്ട്. പിന്നെ പ്രാർത്ഥിക്കണം എന്ന് മാം പറഞ്ഞു. ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള അക്കാദമി. പിന്നെ ഒത്തിരി മോട്ടിവേഷൻ വെച്ചാൽ സണ്ണി സാറിന്റെ ക്ലാസ്സിൽ സാർ എപ്പോഴും പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്ത് നിങ്ങളൊന്ന് നിർത്താമെന്ന് തോന്നിയാ എനിക്കൊരു മെസ്സേജ് അയക്കുക. അതുപോലെ എത്ര നിങ്ങൾ തിരക്കാണെങ്കിലും വയ്യെങ്കിലും ആ മെറ്റീരിയൽസ് ചെയ്യാതെ നിങ്ങൾ കിടക്കരുത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ളവർ പോലും പറയും
നീ ഉറങ്ങിക്കോ. അപ്പോഴും ഞാൻ രാത്രി 2 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ റീഡിങ് ലിസണിങ് ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ പിന്നെ മാമിന്റെ ശരിക്കും ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് നീതു മാം. ഞങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന നേഴ്സുമാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആളാണ്. പിന്നെ അതുപോലെ സണ്ണി സാറ്, ഫസ്റ്റ് ടൈമിലുണ്ടായിരുന്ന ശ്രുതി മാം, റിച്ച മാമിനെ പറയാതെ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് എങ്ങനെ ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. റിച്ച മാം എപ്പോഴും അങ്ങനെയാണ്. ഇനി ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ചോദിക്ക്. അപ്പൊ നമ്മൾ തന്നെ ഇല്ലെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ആലോചിക്കും. അതുപോലെ സ്പീക്കിങ്ങിനാണെങ്കിലും സിൽവിയ മാം എന്നെ ഒരുപാട്, എനിക്ക് സ്പീക്കിംഗ് ടെൻഷൻ ആയിരുന്നു ഭയങ്കര. ഇങ്ങനെ പറയും. അപ്പം മാം ഒരു കറക്റ്റ് പറയും, മോളെ ഇങ്ങനെ ഫോളോ ചെയ്യും, അപ്പൊ സെറ്റ് ആകും. അങ്ങനെ എല്ലാരും സപ്പോർട്ടായിരുന്നു. ടീന മാം, ഇൻഡിവിജ്വൽ കറക്ഷൻ എന്ന് ടീന മാം, ശരണ്യ മാം, ശ്രീകുട്ടി മാം, അനു മാം, ആൻ മാം. എനിക്ക് ആരെയും മറക്കാൻ പറ്റില്ല മാം, എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് മാം ഞാൻ ഇന്ന് ഈ വിന്നേഴ്സ് മീറ്റ് വന്നിരുന്നില്ല, ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതെനിക്ക് ഉറപ്പാണ്. ഞാൻ കുമ്പസാരിക്കേണ്ടി വരും. ഇത് ഒരു പക്ഷെ വേറൊരാള് കേൾക്കുമ്പോ ഇതൊക്കെ ശരിയാണോന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നും. പക്ഷെ നമ്മുടെ ലൈഫിൽ നിന്ന് അത് പറയുമ്പോഴാണ്, ഞാൻ എന്റെ സ്കോർ കാർഡ് ഹോസ്പിറ്റലിൽ ഇരുന്നാണ് ഞാൻ റിസൾട്ട് നോക്കുന്നത്. ഡാഡി ഞാൻ പാസ്സായി. അത്രയ്ക്കും എനിക്ക് അറിയില്ല. എക്സാമിന്റെ ഡേയിൽ എന്നോട് ഒരാൾ ചോദിച്ചു എവിടെയാ പഠിച്ചത്, നീദൂസ്. അപ്പൊ കിട്ടും. എന്നോട് ആ ചേച്ചി പറഞ്ഞു കിട്ടുവടോ, ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. കിട്ടും നീദൂസിലല്ലേ, കിട്ടും മാം. ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫുൾ ബി കിട്ടി മാം. എനിക്ക് ദൈവം ഒരുപാട് മാമിനെയും ഫാമിലി എല്ലാവരും അനുഗ്രഹിക്കും. അതുപോലെ ബ്ലെസ്ഡ് ആയിട്ട്. റിയലി താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓർമ്മ നശിക്കുന്നിടം വരെ മാം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഒരുപാട് സന്തോഷം ജോസ്, ഒത്തിരി സന്തോഷം അല്ലെ. യെസ്, ഒത്തിരി സന്തോഷം. ഇതിപ്പം ട്രെയിനിൽ നിന്ന് ഡിസിഷൻ എടുത്ത് വന്നു എന്ന് പറയുന്ന എന്റെ ഓർമ്മയിൽ ഇത് 2ാമത്തെ ആളാണ്. ഇതേ ഒരു ഇൻസിഡന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം മുമ്പ് വിന്നേഴ്സ് മീറ്റിൽ വേറൊരു കുട്ടി പറഞ്ഞു. അത് ആ കുട്ടിയുടെ ഫാദർ വേറൊരാളോട് സംസാരിച്ചപ്പോൾ നീതൂസ് അക്കാഡമിയെ പറ്റി പറയും, ട്രെയിനിൽ നിന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുകയും ചെയ്ത ഒരു കാര്യം എനിക്ക് തോന്നുന്നു 3-4 മന്ത്സിന് മുന്നേ ഒരു വിന്നേഴ്സ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ഇതെല്ലാം ഒരു നടത്തിപ്പിന്റെ പാട്ടാണ് അല്ലെ. നമ്മുടെ ലൈഫില് നമ്മൾ ഒരാളെയും, അതിപ്പോ എന്നെയെന്നല്ല, നീതൂസ് അക്കാഡമി എന്നല്ല, നമ്മൾ ഒരാളെയും വെറുതെ കണ്ടുമുട്ടുന്നില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള റോള് നമ്മുടെ എല്ലാവരുടെ നമ്മുടെ ലൈഫിൽ കാണുന്ന ആളുകൾക്കുണ്ട് അല്ലെ. ഒരുപാട് സന്തോഷമാണ്. ഒത്തിരി എന്താ പറയണ്ടേ. അപ്പൊ ഇന്നത്തെ ഒരു വിന്നേഴ്സ് മീറ്റ് ശരിക്കും പറഞ്ഞ അല്ല, മനസ്സ് നിറഞ്ഞാണ് ഞാൻ ഇന്നത്തെ ഒരു വിന്നേഴ്സ് മീറ്റ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, ഒരുപാട് സന്തോഷം. സോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ കുറച്ചുപേരെ ഡ്യൂട്ടിയിലാണ്, കുറച്ചുപേര് പറഞ്ഞവര് അല്ലെ, യെസ് ലീവ് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിയിലുള്ളവരൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് ഒരുപാട് സന്തോഷത്തോടു കൂടി വലിയൊരു ഒത്തിരി പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു വിന്നേഴ്സ് മീറ്റ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലെ. നിങ്ങളെല്ലാം പല ബാച്ചിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് നമ്മൾ നമ്മുടെ ഒരു ജേർണിയെ പറ്റി ഷെയർ ചെയ്തപ്പം ഈഗർലി ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഇത് കേട്ടിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരാൻ നിൽക്കുന്ന ഒരുപാട് പേര് ഈ വിന്നേഴ്സ് മീറ്റ് കാണും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സക്സസ്. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റാൻ മാത്രം സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇവിടെ വന്നു. ഒരുപാട് താങ്ക്സ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു വിന്നേഴ്സ് മീറ്റ് വരണം എന്ന് വിചാരിച്ച് പഠിച്ചു അല്ലെ, ബ്ലൂ സാരിയിൽ ഫോട്ടോ ചേർത്ത് വെക്കണമെന്ന് വിചാരിച്ച് പഠിച്ചു അല്ലെ. അതെ, ഇതെല്ലാം നമ്മുടെ ചെറിയ നമ്മുടെ കൊച്ചു റീസണാണ്. ഈ പല റീസൺസ് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ഒരു സക്സസിലോട്ട് എത്തുക. സോ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ലൈഫില് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്, നിങ്ങൾക്ക് എത്തിപ്പെടാനുണ്ട്, ഒരുപാട് വഴി ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അപ്പൊ നീതൂസ് എവിടെയും പോകണില്ല, നിങ്ങളെ നീതൂസിൽ നിന്ന് എവിടെയും പോകണില്ല. വൺസ് ഇവിടെ വന്നവരെല്ലാം ഈ ഫാമിലിയുടെ പാർട്ടാണ്. അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് നമ്മൾ നിൽക്കണേ. സോ നിങ്ങള് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ എത്തി, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അവിടെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന അല്ലെ, യെസ് ജോയിൻ ചെയ്യുന്ന റീലിന്റെ ലിങ്ക് എന്റെ വാട്സപ്പിൽ വരുന്നത് വരെ വി ആർ വെയിറ്റിംഗ്. ഓക്കെ, ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ്. ഓരോ സ്റ്റുഡന്റും ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ബോർഡിംഗ് പാസ് എനിക്ക് വാട്സപ്പിൽ വരുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഒരാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഇൻലോസ്, എത്ര കുടുംബങ്ങളുടെ ലൈഫാണ് മാറുന്നത് അല്ലെ. അതെ, അപ്പൊ അങ്ങനെ വളരെ വലിയൊരു ലോകത്തില്
വളരെ ചെറിയൊരു അല്ലെ നമ്മുടെ ഒരു ലൈഫിൽ വളരെ ചെറിയൊരു പാർട്ടിൽ നീതൂസ് അക്കാഡമി ഉണ്ട് എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമാണ് അല്ലെ. ഒരുപാട് സന്തോഷം. സോ നമ്മൾ ഈ ഒരു വിന്നേഴ്സ് മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. എല്ലാ കാര്യം അപ്ഡേറ്റ് ചെയ്യുക, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു ഓൾ.